ചങ്ങായിമാർ എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് പറയാൻ പോകുന്നത് ഇസ്രായേലിലുള്ള ഒരു ക്രിസംഗിണിയെ കുറിച്ചാണ്. ആ ക്രിസംഗിണി അറിയാത്തതായിട്ട് ലോക രാജ്യങ്ങളിൽ ആരും ഉണ്ടാകില്ല. ഞാൻ റീന ഫ്രാൻസിസ് ജെറുസലേമിൽ നിന്നാണ് തള്ളുന്നത് എന്ന് തള്ളലാണ് ആ സ്ത്രീയുടെ സ്ഥിരം പരിപാടി. ആ ക്രിസംഗിണി ഇന്നലെ ഇട്ട ഒരു ലൈവിനെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആ ലൈവ് പറഞ്ഞ മൊത്തം കാര്യങ്ങളൊന്നും എനിക്ക് ഇവിടെ കാണിക്കാൻ കഴിയില്ലട്ടാ. അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് അവർ ആ ലൈവ് പറഞ്ഞിട്ടുള്ളത്. ആ ലൈവിൽ നിന്ന് കട്ടാക്കി സെൻസർ ചെയ്ത കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വായി തുറന്നില്ലെങ്കിലും വൃത്തികേട് മാത്രമേ ആ സ്ത്രീ പറയാറുള്ളൂ. അതായത് നമ്മളെ പൂഞ്ഞാലിലെ കക്കൂസിലെ ആ കക്കൂസ് പോലും ഈ സ്ത്രീയുടെ മുന്നിൽ തോറ്റു തുന്നം പാടും. നമുക്ക് എന്തായാലും ഈ ക്രിസംഗിണി ഇന്നലെ ലൈവ് പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കേൾക്കാം. അതിനുശേഷം ആ ക്രിസംഗിണിയെ കണ്ടം വഴി ഓടിക്കാം. ഷലോം, ഞാൻ റീന ഫ്രാൻസിസ് യെരുശലേമിൽ നിന്നും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഞാൻ ഇന്ന് ലൈവ് പോരാമെന്ന് വിചാരിച്ചത് വെറുതെ ഒന്ന് പുറത്ത് നടക്കാൻ വേണ്ടി ഇറങ്ങി. അപ്പോഴത്തേക്കും ജസ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കരച്ചിലിന്റെ ഒരു നെക്സ്റ്റ് വെർഷൻ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ്. കാരണം ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചുപോയല്ലോ. അപ്പോൾ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ AI ക്ലോൺ ആണല്ലോ ഇസ്രായേലിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം റീനയും മരിച്ചു, റീനയുടെയും AI ക്ലോൺ ആണ്. അപ്പോൾ AI ക്ലോൺ ആയാൽ റീന ലൈവ് ഒന്നും ഇങ്ങനെ സ്ട്രീറ്റിലൂടെ ചെയ്തിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേ. അപ്പം റീനയുടെ AI ക്ലോണ് സ്ട്രീറ്റിലൂടെ ഒരു ലൈവ് ചെയ്യുന്നത് ഞാൻ നടക്കുമ്പോൾ കണ്ടോ, തൊട്ടുപുറകിലുള്ള ഈ വോളൊന്നും അനങ്ങുന്നില്ല. ഉണ്ടാ അപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത് AI വീഡിയോ ആണ്. ഞാൻ നടക്കുമ്പോൾ ഈ തൊട്ടുപുറകിലുള്ള വോളും കൂടി എൻ്റെ കൂടെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒറിജിനലായിരിക്കും. ഇതിപ്പം ഞാൻ നടക്കുന്നു, ഈ വോളൊക്കെ ഒന്നും അനങ്ങുന്നില്ല, അതൊക്കെ അവിടെ നിൽക്കുക. അല്ലെങ്കിൽ അതെന്റെ കൂടെ ഓടി വരണ്ടേ? ആര് നിന്റെ കൂടെ വരാൻ വേണ്ടി? മനുഷ്യന്മാർ നിന്റെ കൂടെ നടക്കുക. പിന്നല്ലേ ആ മതില് നിന്റെ കൂടെ നടക്കേണ്ടത്? നിന്നെ കണ്ടാലുണ്ടല്ല, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മൊത്തം ചരാചരങ്ങളില്ലേ, ആ ചരാചരങ്ങൾ മൊത്തം ഓടി ഒളിക്കും. നിന്നെ പേടിച്ചിട്ടല്ല കേട്ടാത്. നിന്നെ കണ്ടാൽ കുടിവെള്ളം പോലും കിട്ടില്ലാന്ന് ജെറുസലേമിലുണ്ടല്ല ഒരു ചൊല്ല് തന്നെയുണ്ട്. അതുകൊണ്ടാണ് നിന്നെ കാണുമ്പം ജീവനുള്ളതും ജീവനില്ലാത്തതുമായ മൊത്തം ചരാചരങ്ങൾ ഓടി ഒളിക്കുന്നത്. പിന്നെ നീ ഇപ്പം പറഞ്ഞ നിന്റെ നെതന്യാഹുവില്ലേ, മൂപ്പറ കാണാതായത് കേട്ടിട്ടും കൊല്ലപ്പെട്ടെന്ന് കേട്ടിട്ടും കണ്ണീരണിയുന്നത് വേറെ ആരുമല്ല, നിന്റെ സംഖ്യകളും നിന്റെ ക്രിസംഖ്യകളും തന്നെയാണ്. അതിലേറ്റവും കൂടുതൽ കണ്ണീരണിയുന്നത് കേരളത്തിലെ സംഖ്യകളും ക്രിസംഖ്യകളാണ്. അത് നീ ആദ്യം മനസ്സിലാക്കേട്ടാ. നമ്മളൊക്കെ എന്താ ചിന്തിക്കുന്നറിയാം, അയാൾ അങ്ങനെ പെട്ടെന്നൊന്നും മരിക്കാൻ പാടില്ല, അതാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. എല്ലാത്തിനോടല്ല, കണക്ക് പറഞ്ഞ് മാത്രമേ മൂപ്പർ ഇവിടുന്ന് വിടാൻ പാടുള്ളൂ, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നമുക്കെന്തായാലും നെതന്യാഹുവിനെ കാണാതായിട്ട് കുരുപൊട്ടി ഈ ക്രിസംഗിണി അടുത്തതായിട്ട് എന്താണ് തള്ളുന്നതെന്ന് കേട്ടിട്ട് വന്നാലോ. എന്തായാലും റീനയുടെ ശവം കാത്തിരിക്കുന്ന കോയമാർക്ക് ഒരാശ്വാസം ബാക്കി വെക്കാൻ റീനയുടെ ശവം കണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇറങ്ങി നടക്കുക. പ്രിയ സഹോദരങ്ങൾ, സത്യമായിട്ടും ഇന്നലെ എനിക്ക് വീട്ടിൽ ഇരുന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നി. എല്ലാവരും ചോദിക്കുന്നു, ഇറാന്റെ ഒരു ഓന മിസൈൽ വന്ന് ഇവിടെ തലയിൽ വീഴത്തില്ലേ, ഇറാന്റെ ഒരു ഓന മിസൈൽ വന്ന് ഇവിടെ തലയിൽ വീഴത്തില്ലേ എന്ന് പറഞ്ഞിട്ട്. പിന്നെ റീന വീട്ടിനകത്ത് കയറി എങ്ങനെ ഇറാന്റെ ഓന മിസൈൽ വന്ന് തലയിൽ വീഴുന്നത്? ഇറാൻ പ്ലീസ് കമോൺ ബേബി ലെറ്റ്സ് ഗോ ഇൻ ദേ. അയ്യോ, ഈ സത്യം പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങൾ ഇറാനോട് കേണ അപേക്ഷിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, പിന്നെ ബെഞ്ചമിൻ നെതന്യാഹു പുറത്തിറങ്ങി നടക്കുന്നുണ്ട്, എല്ലാവരും ഞങ്ങളതേ സുഖവാസത്തോടെ യാത്രയൊക്കെ ചെയ്തതേ ഞങ്ങളെല്ലാം പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. നിങ്ങൾ ഇറാനോട് പറ, വേണമെങ്കിൽ ലൊക്കേഷൻ വരെയാണെങ്കിൽ ഞാൻ തരാം, ലൈവ് ലൊക്കേഷൻ, അവിടേക്ക് മിസൈൽ ഇടൂ. എന്റെ ഉളുപ്പും നാണവും മാനില്ലാത്ത റീന ഫ്രാൻസിസെ, വേറെ ആര് കണ്ടില്ലെങ്കിലും നെതന്യാഹു പുറത്തിറങ്ങി നടക്കുന്നത് വേറെ ആര് കണ്ടില്ലെങ്കിലും നിന്റെ ഇസ്രായേലിലെ ജനങ്ങളെങ്കിലും ഒന്ന് കാണിക്കാൻ പറ. അതുമല്ലെങ്കിൽ നമ്മളെ കേരളത്തിലെ സംഘികളില്ലേ, നിന്റെ നെതന്യാഹുവിന്റെ ഫാൻസ്, അവരെങ്കിലും ഒന്ന് നെതന്യാഹു പുറത്തിറങ്ങി നടക്കുന്നത് ഒന്ന് കാണിച്ചു കൊടുക്ക്. പിന്നെ നീ പറഞ്ഞ പോലെ ഉണ്ടല്ലോ, ഇറാന്റെ മിസൈൽ ഉണ്ടല്ലോ നിന്റെ നേർക്ക് വിടാൻ വേണ്ടി ഒരിക്കലും ഇറാൻ നിൽക്കില്ലട്ടാ. ഇറാൻ ഒരിക്കലും അതിന് തയ്യാറാവൂല. കാരണം അങ്ങനെ വിട്ടുകഴിഞ്ഞാല് ലോകരാജ്യങ്ങൾ മൊത്തം ഇറാനെതിരെയാവും. കാരണം എന്തറിയാം, നിനക്കെങ്ങാനും ചെറിയൊരു മുറിവ് വന്നാല് ആ മുറിവെന്ന് വരുന്ന രോഗാണുക്കളില്ലേ, ആ കീടാണുക്കളുണ്ടല്ല ഈ ലോകത്തെ തന്നെ നശിപ്പിക്കും. അതുകൊണ്ട് ഇറാൻ ഒരിക്കലും ആ പരിപാടിക്ക് നിൽക്കൂല, ലോകരാജ്യങ്ങള് ഇറാൻ അതിന് വിടൂല. അതുകൊണ്ട് നീണ്ടല്ല, സേഫ് ആണ്, ഒരു ഒന്നൊന്നര സേഫ്. പക്ഷെ നിങ്ങളൊക്കെ വേറൊരു കാര്യം ശ്രദ്ധിച്ചാ, ഇമാതിരി തള്ളി ഈ ജെറുസലേമിലെ ചേച്ചി തള്ളുമ്പോഴുണ്ടല്ല നോട്ടം തെച്ചും ആകാശത്തേക്കാണ്. ആകാശത്ത് തന്നെയാണ് നോട്ടം. അഥവാ ഏതെങ്കിലും ഒരു മിസൈൽ താഴേക്ക് വീഴുന്നുണ്ടോന്നാണ് ഈ ചേച്ചിയുടെ നോട്ടം തെച്ചും. ഇവര് പറയുന്നില്ലേ, നമ്മൾ കാണാൻ വേണ്ടി ഇവരിറങ്ങി നടക്കുകയാണെന്ന്. ഇവരിറങ്ങി നടക്കുകയല്ല, ഇവരുണ്ടല്ല ഇറങ്ങി ഓടുകയാണ്. ഈ ഓട്ടം ഉണ്ടല്ല, ഒളിമ്പിക്സിന് വേണ്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഈ ചേച്ചി ഓടിയിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടല്ല ഒരു ഒളിമ്പിക്സിലെ മെഡൽ ഉറപ്പാണ്, ഒരു ഒന്നൊന്നര മെഡൽ ഉറപ്പാണ്. ഓരോ ഡയലോഗ് അടിക്കുമ്പോൾ ഈ ക്രിസംഗിണിന്റെ മുഖത്തുണ്ടല്ല നല്ല പേടി കാണുന്നുണ്ട്. എന്നിട്ടാണ് ഇമാതിരി തള്ളുന്നത്. നമുക്ക് ഈ ക്രിസംഗിണിയുടെ അടുത്ത മനോഹരമായ തള്ളും കൂടി കേട്ടാലോ. പക്ഷെ അതൊക്കെ പോട്ടു. വേറൊരു കോയ പറയുന്നുണ്ടായിരുന്നു, 12,000 ഇസ്രായേൽ അങ്ങ് തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. 12,000 ഇതിനിടൊന്നുമല്ല, 12,000
കെട്ടിടങ്ങളാണ് ഇസ്രായേലിൽ തകർന്നു വീണിരിക്കുന്നത്. കോയ 12,000 അല്ല കോയ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ ഇറാന്റെ മിസൈൽ ഇട്ടപ്പോൾ 50,000 കെട്ടിടം തകർന്നു പോയില്ലേ? ഇപ്പോൾ 12,000 കണക്ക് തെറ്റല്ലേ കോയ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം എന്നതിന് മുമ്പ് തന്നെ ജീവനോടിരുന്നപ്പോഴത്തേക്കും നിങ്ങളുടെ ആവശ്യവും ദേഷ്യവും ഒക്കെ നിങ്ങൾ തള്ളിമറിച്ചു ഇങ്ങോട്ടേക്ക് മിസൈലുകൾ ഇങ്ങനെ തൊടുത്തു വിട്ടപ്പോൾ ഒരു 50,000 ബിൽഡിംഗ് ആണല്ലോ നിങ്ങളുടെ കണക്ക് പ്രകാരം തകർന്നത് ഇസ്രായേലിലെ. അപ്പൊ ഇതെന്താ ഇങ്ങനെ കൊതമേരി ചത്തിട്ടും 12,000 ബിൽഡിങ്ങിനകത്ത് ഒതുക്കിയത് കോയമാരെ? அப்படி செய்யக்கூடாது, அப்படி ஒன்றும் கணக்கு தப்பா சொல்லக்கூடாது. ரொம்ப கஷ்டம். സന്തോഷിക്കുന്നതുക്ക് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് കോയമാർ കണക്ക് തെറ്റിച്ച് പറയില്ല. കാക്കമാരെ സുടുക്കാക്കകളെ, ഈ TV ചാനലുകളിൽ വന്നിരുന്ന് പറയുന്ന കോയമാരുടെ കണക്ക് നിങ്ങൾ കേൾക്കരുത് കേട്ടോ. ഇല്ല കൃസംഗിണി, ഇല്ല. TV ചാനൽ ഇരുന്ന് പറയുന്ന ആരുടെ കണക്ക് നമ്മളൊന്നും വിശ്വസിക്കുന്നില്ല, നമ്മളൊന്നും കേൾക്കുന്നുമില്ല. പക്ഷേ ഉണ്ടല്ലോ, ഇസ്രായേലിൽ നിന്നൊരു ഒരു ചേച്ചി ഉണ്ടല്ലോ, ഒരുപാട് സങ്കടത്തോടെ ഒരുപാട് വിഷമത്തോടെ ഇസ്രായേലിലെ ദയനീയ അവസ്ഥയുണ്ടല്ലോ, അവരുടെയൊക്കെ ദയനീയ അവസ്ഥ അത് വിശദീകരിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ ഉണ്ടല്ലോ ഇന്നലെ എന്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അവര് പറഞ്ഞ സത്യം, അവര് പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ വിശ്വസിച്ചോട്ടെ, നമ്മൾ കേട്ടോട്ടെ. എന്റെ കൃസംഗിണി ചേച്ചി അവരുണ്ടല്ലോ ഇന്നലെ ഒരുപാട് സങ്കടത്തോടു കൂടി നിന്നെപ്പോഴത്തെ കൃസംഗിണികളും സംഘികളെല്ലാം അവിടുന്ന് തള്ളുന്ന തള്ളില്ലേ, ആ തള്ളിന നല്ലോണം പൊളിച്ചു തന്നിട്ടുണ്ട്. അവരെന്താ പറയുന്നറിയാ, അവിടെയൊക്കെ സിഗ്നൽ വരുമ്പം, അതായത് മിസൈൽ വരുമ്പോണ്ടില്ല, അവർക്കൊന്ന് ഒളിച്ചിരിക്കാൻ വേണ്ടി ബങ്കർ പോലും ഇല്ലട്ടാ, ബങ്കർ പോലും ഇല്ല. പക്ഷെ ആ ചേച്ചിയെ പോലെ അവർക്കുണ്ടല്ല ഒരിക്കലും തള്ളാൻ കഴിയില്ല. തള്ളാൻ പറ്റി അവർക്കൊന്നൊരു മനസമാധാനത്തോടെ ഒരു മിനിറ്റ് ജീവിക്കാൻ പോലും അവിടെ കഴിയുന്നില്ല എന്നാണ് ആ വീഡിയോ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി കൃസംഗിണി ചേച്ചി, നിന്റെയൊക്കെ വീഡിയോ കാണുമ്പോഴല്ല, നിന്റെയൊക്കെ ദയനീയ അവസ്ഥയല്ല നമുക്ക് കൃത്യമായിട്ടും മനസ്സിലാകുന്നുണ്ട്. നീക്ക് എത്രമാത്രം ഭയന്ന് എത്രമാത്രം പേടിച്ചിട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നതും നിന്റെ കണ്ണുകളിൽ നിന്റെയൊക്കെ മുഖത്തുണ്ടല്ല കൃത്യമായിട്ട് കാണുന്നുണ്ട് നമ്മള്. നീക്ക് എത്രമാത്രം പേടിച്ച് എത്രമാത്രം സ്പീഡിൽ ഓടിക്കൊണ്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത്. ആ ഓട്ടോ ഉണ്ടല്ല അടുത്ത ബങ്കർ ലക്ഷ്യമാക്കിയിട്ടാണെന്നും നമുക്ക് കൃത്യമായിട്ട് അറിയാം. നമുക്കെന്തായാലും ഓടിക്കൊണ്ട് തള്ളുന്ന ഈ കൃസംഗിണി ചേച്ചി അവസാനമായി തള്ളുന്ന ആ തള്ളും കൂടി കേട്ടിട്ട് വന്നാലോ. പിന്നെ ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം ചായ കുടിക്കുന്ന ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പൊ ആ ചായ കുടിക്കുന്ന വീഡിയോക്കകത്ത് നിങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റും, ചായ കുടിക്കുന്നുണ്ട് പക്ഷെ നിലത്ത് വീഴുന്നില്ല. അപ്പൊ അത് ഏ വീഡിയോയാ ഉറപ്പാ പ്രിയ സഹോദരങ്ങളെ. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ക്ലോൺ വീഡിയോക്കകത്ത് വരെ അവന്മാർ ഫേക്ക് കലക്കുന്നുണ്ട്. ഈ മനുഷ്യൻ മരിച്ചെന്ന് ചത്തെന്ന് പറഞ്ഞാൽ പോലും എന്തിനാ പാവ സുടുക്കളുടെ കണ്ണുനീരിനെ ഒരു മണിക്കൂർ കൊണ്ട് തികച്ച് ഇവരുടെ കണ്ണുനീരിന്റെ ആയുസ് വളരെ കുറവാട്ടോ. എന്നാൽ ഈ മനുഷ്യൻ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പറ്റിക്കുന്നത് അത്ര കണ്ട് സൂചിക്കുന്നില്ല. ഇപ്പൊ നോക്കിയോളൂ, എന്തായാലും ഇവന്മാരുടെ കരച്ചിൽ കാണാൻ ഒരു രസമുണ്ട്. ഒന്നുമില്ലെങ്കിലും ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി മരിച്ചു എന്നൊക്കെ കേൾക്കാനായിട്ട് ഇവന്മാരുടെ കൊതിയേ. ആഗ്രഹം നല്ലതാ സുടുക്കളെ, നിങ്ങളുടെ ആഗ്രഹം വളരെ വളരെ നല്ലതാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഞാൻ മാനിക്കുന്നു കേട്ടോ. എന്റെ കൃസംഗിണി നീണ്ടല്ല ആടിയും ആഗ്രഹത്തെ ഒന്നും മാനിക്കണ്ടട്ടാ. നിനക്കൊക്കെ നല്ലതുണ്ടല്ല. നെതന്യാഹു തീർന്നു പറയുന്നതായിരിക്കും പിന്നെയും നിനക്കൊക്കെ കുറച്ചൊക്കെ അഭിമാനം. കാരണം ഒരു രാജ്യത്തെ പ്രധാനമന്ത്രി ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കാൻ വേണ്ടി ഇത്രമാത്രം വീഡിയോ ചെയ്യേണ്ട ഒരു രാജ്യത്തിന്റെ ഗതികേട് അത് നമുക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ കൃസംഗിണി ചേച്ചി. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ നെതന്യാഹു മോനുണ്ടല്ല പേടിച്ച് വിറച്ച് ബങ്കറിൽ ഇരിക്കുന്നതാന്ന് പറഞ്ഞതിനെക്കാട്ടി നല്ലതുണ്ടല്ല മൂപ്പറങ്ങ് പോയി എന്ന് സമ്മതിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി അഭിമാനം. പക്ഷെ അഭിമാനവും അന്തസ്സൊന്നും ഇല്ലാത്ത നിന്നോട് എന്ത് അഭിമാനത്തെ കുറിച്ച് പറഞ്ഞ കാര്യം, എന്ത് അന്തസ്സിനെ കുറിച്ച് പറഞ്ഞ കാര്യം. അങ്ങനെയുള്ളവരൊക്കെ കാണണം കണ്ടില്ല, അങ്ങോട്ടേക്ക് നോക്കണം, ഇറാനിലേക്ക്. അവിടെയാണ് നല്ല അഭിമാനവും അന്തസ്സുള്ള ഒരുപാട് ആൾക്കാർ. അവരെ കണ്ടിട്ടെങ്കിലും കുറച്ചൊന്ന് പഠിക്ക് എന്റെ കൃസംഗിണി ചേച്ചി. അതുകൊണ്ട് കൃസംഗിണി ചേച്ചി വല്ലാണ്ട് കളിയാക്കാൻ ഇറാനില്ലേ, ആ ഇറാനെ കൊണ്ട് ചേച്ചിയുടെ ആരാധനാപാത്രമായ നെതുമോനെ ഉണ്ടല്ല, മൂപ്പർ മരിച്ചില്ലെങ്കിൽ ഇത്രയും ദിവസം ബങ്കറിന്റെ ഉള്ളിൽ പേടിച്ച് വിറച്ച് ജീവിപ്പിക്കേണ്ട അവസ്ഥയില്ലേ, ആ അവസ്ഥ വരുത്താൻ വേണ്ടി ഇറാനിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറാൻ എല്ലാം കഴിയും ചേച്ചിയെ, ഇറാനെ കൊണ്ട് എല്ലാം കഴിയും. അതുകൊണ്ട് തന്നെ കൃസംഗിണി ചേച്ചിയില്ലേ പേടിച്ച് വിറച്ച് പുറത്തിറങ്ങാൻ പോലും ധൈര്യമില്ലാത്ത ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ടേയിരുന്നോട്ടാ. ഇങ്ങനെ ഓടിക്കൊണ്ട് പേടിച്ച് വിറച്ച് ഓടിക്കൊണ്ട് തള്ളിക്കൊണ്ടേയിരുന്നു. അപ്പൊ ഇസ്രായേലിൽ നിന്നും പേടിച്ച് വിറച്ച് ഓടിക്കൊണ്ട് തള്ളുന്ന റീന ഫ്രാൻസിസിനും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.